ഇന്ന് മലയാളത്തിൽ റിലീസായിട്ടുള്ള സുമതി വളവ് എന്ന് പറയുന്ന സിനിമ എങ്ങനെയുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ സിനിമയ്ക്ക് വേണ്ടി ടിക്കറ്റ് എടുത്ത എല്ലാവരും സുമതി വളവ് എന്താണെന്നും ആ ഒരു ഹൊറർ സിനിമ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് പോയിട്ടുണ്ടാവുക. പക്ഷേ പറയാൻ ഉദ്ദേശിച്ച കാര്യം വളരെ കുറവ് മാത്രമാണ് ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നത്. ബാക്കിയെല്ലാം തന്നെ അപ്പുവേട്ടൻ എന്ന് പറയുന്ന അർജുൻ ചെയ്തിട്ടുള്ള കഥാപാത്രത്തെ ചുറ്റിപ്പറ്റി അദ്ദേഹത്തിന്റെ പ്രണയത്തെ ചുറ്റിപ്പറ്റിയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ ഈ സിനിമയുടെ പേര് സുമതി വളവ് എന്നല്ല വേണ്ടിയിരുന്നത്, അപ്പുവേട്ടന്റെ പ്രണയങ്ങൾ അല്ലെങ്കിൽ അപ്പുവേട്ടന്റെ പ്രണയം എന്ന് വേണം ഈ സിനിമയ്ക്ക് പേരിടേണ്ടിയിരുന്നത്. സിനിമയിൽ ഒന്ന് രണ്ട് സ്ഥലത്ത് ഈ പറയുന്ന പോലെ അതിഥി വേഷത്തിൽ നമ്മുടെ സുമതി വരുന്നുണ്ട്. സുമതി വരുന്നത് സുമതിയുടെ സ്വയം വേഷത്തിലല്ല, പലവിധ ആളുകളുടെ വേഷത്തിൽ. അതായത് പണ്ട് സിനിമകളിലൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ആൾമാറാട്ടം നടത്തിയിട്ട് വരുന്നത്, അതേപോലെ ഒരുപാട് ക്യാരക്ടറായിട്ടാണ് സിനിമയിൽ ഈ ഒരു പ്രേതം വന്നു പോകുന്നത്. ആകെ മൊത്തത്തിൽ സിനിമ ഒരു ഹൊറർ സിനിമ പ്രതീക്ഷിച്ച് പോയിരുന്നാൽ നമുക്ക് ആ ഒരു അനുഭവം ഇല്ല. ഫസ്റ്റ് ഹാഫ് എന്തായാലും ഹൊറർ സിനിമയിൽ ചെറിയ ലാഗും കാര്യങ്ങളും വരും, കാരണം കഥയിലേക്ക് എത്തേണ്ട ഒരു ഇതാണല്ലോ ഈ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത്. അതിനുശേഷം ഇന്റർവെൽ പഞ്ച് കിടിലിനായിരുന്നു, എല്ലാവരും പേടിച്ച് അമ്പരന്നിരുന്ന ഒരു ഇന്റർവെൽ പഞ്ചായിരുന്നു. അതിനുശേഷം സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ കിടിലിൻ എക്സ്പീരിയൻസ് വിചാരിച്ചാണ് നമ്മൾ ഇരുന്നത്. പക്ഷെ നമ്മളെ നിരാശയാക്കിയിട്ടുള്ള സെക്കൻഡ് ഹാഫാണ്. മൊത്തത്തിൽ നമുക്ക് സിനിമ ഹൊറർ ഫീൽ തരുന്നില്ല എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ ഒരു നെഗറ്റീവായിട്ട് പറയണം. നമ്മൾ സുമതി വളവ് പ്രതീക്ഷിച്ച് പോയി ഇരുന്ന് കഴിഞ്ഞാൽ സുമതി വളവ് വേറെ വഴിക്ക് വളഞ്ഞു തിരിഞ്ഞു പോകും. അർജുൻ അശോകന്റെ അപ്പുവേട്ടൻ എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് സിനിമ മുന്നോട്ട് പോകും. പ്രണയം, അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും. പിന്നെ അതുപോലെ തന്നെ അർജുൻ അശോകന്റെ കാര്യം നോക്കുകയാണെങ്കിൽ കൊള്ളാം, ഒരു ആവറേജ് അഭിനയമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഫൈറ്റും കാര്യങ്ങളൊന്നും അർജുൻ അശോകനെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു തോന്നൽ നമുക്ക് ഉണ്ടായിരുന്നു. കാരണം പിന്നെ അതുപോലെ തന്നെ ഗോകുൽ സുരേഷ് നല്ലൊരു ഭാവിയുള്ള നല്ല അഭിനയിക്കാൻ അറിയുന്ന ഒരു ചെക്കനാണ്. ആ ചെക്കൻ ഇതുപോലുള്ള റോളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കരിയർ നശിപ്പിക്കുന്നല്ലാതെ ഇതുപോലത്തെ റോള് വരുമ്പോൾ നോ പറഞ്ഞിട്ട് നായക നടനായിട്ട് പോകും. കാരണം അഭിനയം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മെച്ചപ്പെട്ട് വരുന്നുണ്ട് ഗോകുൽ സുരേഷിന്റെ. ആ ഒരു കാര്യം എടുത്തു പറയേണ്ടത് തന്നെയാണ്. പിന്നെ എടുത്ത് പറയേണ്ടത് സിനിമയുടെ വില്ലൻ കഥാപാത്രത്തെ ചെയ്തിട്ടുള്ള ഭദ്രൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കാണുന്ന മുതൽ അവസാനം വരെ അരോചകമായിട്ടുള്ള ഒരു കഥാപാത്രമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അഭിനയം പറഞ്ഞ ഒരു ഒരു കുന്തും അറിയില്ല. അഭിനയം എന്താണെന്ന് അറിയാത്ത ഒരാളെ പിടിച്ചിട്ടാണ് സിനിമയിൽ വില്ലനാക്കി വെച്ചിട്ടുള്ളത്. തിരക്കം നോക്കുകയാണെങ്കിലും സംവിധാനം നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ കാസ്റ്റിംഗ് നോക്കുകയാണെങ്കിലും അഭിനേതാക്കളുടെ അഭിനയം നോക്കുകയാണെങ്കിലും സിനിമ ആകെ മൊത്തത്തിൽ പിഴവ് തന്നെയാണ്. മലയാള സിനിമയിൽ ഒരു ഹൊറർ സിനിമയുടെ ഒരു വിടവുണ്ടായിരുന്നു. ആ വിടവ് സുമതി വളവ് നികത്തുമെന്ന് തന്നെയാണ് കരുതിയത്. കാരണം കിടിലൻ പോസ്റ്റേഴ്സ്, കിടിലൻ ട്രെയിലറാണ് വന്നത്. ആ ട്രെയിലർ കണ്ടതിന് ശേഷമാണ് ആളുകളൊക്കെ സിനിമയ്ക്ക് വേണ്ടി കാത്തിരുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, ട്രെയിലറും സിനിമയൊന്നും ഇന്നത്തെ കാലത്ത് ഒരു ബന്ധമില്ല. അതുപോലെയാണ് നമ്മളെ ഈ സിനിമ കാണിച്ചു തരുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ സുമതിയുടെ കഥ മാത്രമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ശരിക്കും നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയിരുന്നു. ആ ലെവലിലേക്ക് മേക്കിംഗ് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു.